ഈ അടുത്ത കാലത്തുണ്ട ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് ഈ കുട്ടികൾ ഭാഷ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഒരു കൾട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു സ്വകാര്യ വിദ്യാഭ്യാസ ലോബികൾ, അതായത് ഈ പ്രചാരണം മുഴുവനും പൊതുവിദ്യാലയങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ്. പൊതുവിദ്യാലയങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടാണ്. അതായത് പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് ഇല്ല, അറിയില്ല, അതുപോലെ തന്നെ മലയാളം അറിയില്ല. എല്ലാ സർക്കാർ സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം എന്ന് പേര് മാറി ബോർഡ് വെച്ചു എന്ന് മാത്രമല്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല എന്നുള്ള ഒരു വലിയ പ്രചാരണമുണ്ട്. മാത്രമല്ല ഈ DPPയുടെ വരവിന് ശേഷമാണ് നമ്മൾ ഈ ഭാഷ, അതായത് പഴയ കാലത്ത് അക്ഷരത്തിൽ നിന്ന് ആശയത്തിലേക്ക് എന്നുള്ള ഒരു തത്വമായിരുന്നല്ലോ നമ്മൾ സ്വീകരിച്ചിരുന്നത്. അത് മാറി ഇപ്പം ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഭാഷാ പഠനത്തിന്റെ പ്രസക്തി എന്താണ് പൊതുവിദ്യാലയങ്ങളിൽ? നമ്മുടെ പരമ്പരാഗതമായ ഭാഷാ പഠനത്തെ മാറിയ പാഠ്യപദ്ധതി അത് മാറ്റി എഴുതാൻ ശ്രമിച്ചു. നമ്മൾ കുട്ടികൾ ഒരു നിശ്ചിത പാഠം നൽകുന്നു. ആ പാഠത്തിലെ വാക്കുകൾ, അക്ഷരങ്ങൾ അതൊക്കെ തന്നെ കുട്ടികൾ പഠിക്കുന്നു. അത് ചോദ്യോത്തരം എഴുതുന്ന രീതി കഴിഞ്ഞ 25 കൊല്ലമായി കേരളത്തിലില്ല. അപ്പോൾ പറയുന്നത് ഈ മാറിയ പാഠ്യപദ്ധതി ക്ലാസ് മുറികളിൽ അക്ഷരം എഴുതാൻ അറിയാത്തവരെ സൃഷ്ടിച്ചു എന്ന ആരോപണമാണുള്ളത്. വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയല്ല എന്നുള്ളതിന് പഠനമുണ്ട്. കേരളത്തിൽ അങ്ങനെ സ്കൂളുകളിലെ നിരക്ഷരതയെക്കുറിച്ച് ആദ്യം പഠനം നടത്തിയത് ശാസ്ത്ര സാഹിത്യ വിഷയത്താണ്. അന്ന് സ്കൂളുകളിലെ നിരക്ഷരത അക്ഷരം അറിയാത്ത കുട്ടികളുടെ ശതമാനം 27%. പക്ഷെ പിന്നീട് കാസർഗോഡ് ഡയറ്റ് പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം നടത്തിയ പഠനത്തിൽ അത് 10% കുട്ടികളാണ്. ക്ലാസ് മുറിയിൽ പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളുണ്ട്. എഴുത്തും വായനയും എല്ലാ കുട്ടികളുടെയും ഒപ്പം എത്താത്ത കുട്ടികളുണ്ട്. പക്ഷേ മുമ്പ് ക്ലാസ് മുറിയിൽ ഇവരെ പരിഗണിച്ചിരുന്നു. ഒരു കേട്ടെഴുത്തിട്ട് ആ കേട്ടെഴുത്തിട്ട വാക്ക് ആവർത്തിച്ചെഴുതിയതിനപ്പുറത്ത് ഈ കുട്ടികൾക്ക് എന്ത് പരിഗണനയാണ് നൽകിയിരുന്നത്? എന്നാൽ ഇന്ന് അതാണോ? ഇന്നൊരു കുട്ടികൾക്ക് മാത്രമല്ല, ഇൻഡിവിജ്വലായി മുമ്പ് നമ്മൾ പറഞ്ഞ അധ്യാപകരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയെ എനിക്ക് തോന്നുന്നത് കുട്ടികളെ വ്യക്തിഗതമായി ശ്രദ്ധിക്കുന്നതിൽ അധ്യാപകർ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ അധ്യാപകർ. അപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടിയും മിടുക്കരാകണമെന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകർ അപ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന പിഴവ് പോലും പിഴവായി കണ്ടെത്തി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ എത്രയോ കുട്ടികൾ എഴുത്തും വായനയും അറിയാതെ ക്ലാസ് പഠനം പൂർത്തിയാക്കി പോന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മലയാളം എഴുതുന്നതിനെക്കുറിച്ച് പോരായ്മ പറയുമ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ മാധ്യമം മലയാളം കുറഞ്ഞു വരികയും മറ്റെല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തിലെ ഭാഷാ പഠന ക്ലാസ് മുറികൾ വലിയൊരു സർഗപരമായൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. എഴുത്തുകാരായ എത്രയോ കുട്ടികളുണ്ട്. കുട്ടികളുടെ രചനകൾ കോവിഡ് കാലത്ത് നമുക്ക് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ അവാർഡ് കിട്ടി. കോവിഡിൻ്റെ സമയത്ത് കുട്ടികൾ എഴുതിയ രചനകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചതിനാണ് 3-4 വോളിയങ്ങളായി പ്രസിദ്ധീകരിച്ചു. അങ്ങനെ പ്രസിദ്ധീകരിച്ചതിനാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. കുട്ടികളുടെ സർഗാത്മക രചനകൾ അധ്യാപകരുടെ രചനകളെക്കാൾ ശ്രദ്ധേയമായ രീതിയിൽ കുട്ടികൾ എഴുതുന്നുണ്ട്. അത് 1-ാം ക്ലാസ്സിലെ ഡയറി, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പലപ്പോഴും ഡയറി പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന കൗതുകപൂർവ്വമുള്ള ഡയറികൾ, ആ ഡയറിയിലടക്കം അങ്ങനെ എഴുതുവാൻ കുട്ടികൾ തയ്യാറാകുന്നു. മുമ്പ് നിയതമായ വാക്കുകൾ, വരികളൊക്കെ എഴുതേണ്ട സ്ഥാനത്തേക്ക് മനസ്സിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ കുട്ടികൾക്ക് ഭാഷാ പഠനം അവസരമൊരുക്കി. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പോലും എഴുതാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം പോരായ്മകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. ആ പോരായ്മകൾ നിലനിൽക്കുകയാണോ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണോ ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കണം. ഇതൊക്കെ ഈ 10-ാം ക്ലാസ്സിലെ കാര്യം ഒക്കെ പറയുന്നത് നമ്മൾ വ്യാപകമായി ഇങ്ങനെ പറയും. A+ കിട്ടിയ കുട്ടിക്ക് ഒരു അക്ഷരം എഴുതാൻ അറിയില്ല, പേരെഴുതാൻ അറിയില്ല എന്ന് പറയും. എവിടെയാണ്? നമ്മളൊരു ഉദാഹരണം പറയുന്നത്, ഇതിങ്ങനെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പൊതുവിദ്യാലയങ്ങൾക്കെതിരെ ഉയർന്ന ഒരു ആരോപണമാണ്. മറിച്ച് 100 കണക്കിന് 1000 കുട്ടികൾ എഴുത്തിൻ്റെ വഴിയിൽ, സർഗാത്മകതയുടെ വഴിയിൽ മുന്നോട്ട് പോയതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ക്ലാസ് മുറികളിലുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ പറച്ചിലിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു സ്കൂളിലേക്ക് നമ്മുടെ ഒരു ക്ലാസ് മുറിയിൽ മുമ്പ് കുട്ടികളോട് വർത്തമാനം പറഞ്ഞാൽ എത്ര പേർ വന്ന് ഒരു മൈക്കിന് മുമ്പിൽ നിൽക്കുമായിരുന്നു? നമുക്ക് അഭിമാനപൂർവ്വം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് പറയാം, വ്യത്യസ്ത ഭാഷകളിൽ, അത് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും മലയാളമായാലും അറബി ആയാലും ഉറുദു ആയാലും പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ് മുറികൾ മുമ്പത്തെ ക്ലാസ് മുറിയിലെ എഴുത്തിലെ തെറ്റ്, ആ തെറ്റ് തിരുത്തൽ എന്നതിനപ്പുറത്തേക്ക് വൈവിധ്യമാർന്ന രീതിയിൽ എങ്ങനെയാണോ കുട്ടിക്ക് ജീവിതത്തിൽ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത്, ആ തലത്തിൽ കുട്ടിയെ വളർത്തിയെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് പരിഹരിക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അത് മൊത്തം പൊതുവിദ്യാഭ്യാസത്തിന് ഇതാണ് മോശമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. നന്നായി അധ്വാനിക്കുന്ന ക്ലാസ് മുറികളിൽ മികച്ച ഫലം കേരളത്തിലെ പ്രത്യേകിച്ച് പാഠ്യപദ്ധതി മാറി 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയൊക്കെ പാഠ്യപദ്ധതി മാറിയതിനു ശേഷം എഴുത്തിൻ്റെ കാര്യത്തിൽ, വായനയുടെ കാര്യത്തിൽ വലിയ മാറ്റം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ പോരായ്മകൾ നിലനിൽക്കുന്ന വിദ്യാലയങ്ങളുണ്ടെങ്കിൽ അവരിപ്പോൾ പഠന പിന്തുണാ പരിപാടി നടപ്പിലാക്കിക്കൊണ്ട് ഈ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്.